പല്ലാരിമംഗലം സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കൂറ്റംവേലി ബ്രിഡ്ജ് യുണൈറ്റഡ് ജേതാക്കളായി. മിലാൻ ഫുട്ബോൾ ക്ലബ്ബാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മികച്ച ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുവരുന്ന മിലാൻ ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ലീഗ് അടിസ്ഥാനത്തിൽ പല്ലാരിമംഗലം സൂപ്പർ ലീഗ് ഫുട്ബോൾ സംഘടിപ്പിച്ചത്. 8 ടീമുകൾ പങ്കെടുത്തു. കൂറ്റംവേലി ബ്രിഡ്ജ് യുണൈറ്റഡും ഈട്ടിപ്പാറ അൽഷിബാബുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. വാശിയേറിയ പോരാട്ടം കാണാൻ ഫുട്ബോൾ പ്രേമികൾ തടിച്ചുകൂടി. ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് കൂറ്റംവേലി ബ്രിഡ്ജ് യുണൈറ്റഡ് PSL കിരീടം ചൂടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ട്രോഫികൾ വിതരണം ചെയ്തു. സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഖദീജ മുഹമ്മദ്, OE അബ്ബാസ്, ഡയാന നോബി, നിസാമോൾ ഇസ്മായിൽ, ഷാജിമോൾ റഫീഖ്, MM മാഹിൻ, റഹീം, ഫാദർ ജോസ് മൂർക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പല്ലാരിമംഗലത്തെ ഫുട്ബോൾ പ്രേമികളെ ആവേശം കൊള്ളിച്ചാണ് ഇത്തവണത്തെ PSL സമാപിച്ചത്. മിലാൻ ക്ലബ്ബ് 2014 മുതൽ തുടർച്ചയായ വർഷങ്ങളിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മാതൃകയിൽ PSL സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ടീമുകൾക്ക് മികച്ച കളിക്കാരെ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ ടീമുകൾക്ക് അവസരം ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ പ്രാദേശിക ടൂർണമെന്റുകളിൽ ആദ്യമായി ഈ മാതൃക കൊണ്ടുവന്നത് മിലാൻ ക്ലബ്ബാണ്. മികച്ച ഫുട്ബോൾ താരങ്ങളെ സൃഷ്ടിക്കുന്നതിനൊപ്പം മികച്ച ടൂർണമെന്റ് സാധ്യമാക്കുന്നതിനും കഴിയുന്നുണ്ടെന്ന് PSLന് നേതൃത്വം നൽകുന്ന ഹാരി ബെനിയും ബിന്നി ജോസും പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തുകളിലും നമ്മുടെ മുനിസിപ്പാലിറ്റി താലൂക്കിലുമുള്ള കഴിവുള്ള കളിക്കാരെ കണ്ടെത്തുക, അവരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക, അവർക്ക് കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഫുട്ബോൾ ഒരു കൾച്ചറായി ഡെവലപ്പ് ചെയ്യുക. ഈ ഉദ്ദേശവും ഇതിൻ്റെ മറുഭാഗത്തുണ്ട്. നമ്മുടെ ഉദ്ദേശം വളരെ ഭംഗിയായി തന്നെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടുകാർ നൽകിയ എല്ലാ സപ്പോർട്ടിനും, അതുപോലെ തന്നെ മെമ്പേഴ്സിനും, അതുപോലെ ഈ ചുറ്റുപാടുമുള്ള എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും വിവിധ മേഖലകളിൽ നിന്ന് നിരവധി ആളുകൾ 1500-2000 ആളുകൾ ഓരോ ദിവസവും ഇവിടെ കളി കാണാൻ എത്തുന്നുണ്ട്. GTV ന്യൂസ്, പല്ലാരിമംഗലം.